നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ. സെന്റ് റിദാസ് പബ്ലിക് സ്കൂളിൽ പള്ളുതുരുത്തി ആ സ്കൂളിൽ യൂണിഫോം എന്ന് പറയുമ്പം എല്ലാവരും ഒരുമിച്ച് ഇടുന്ന ഒരു വസ്ത്രം തന്നെയാണ്, എല്ലാ കുട്ടികളും ഒരുപോലെ, യൂണിറ്റി എന്നുള്ളത്. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു മതവിഭാഗം കുട്ടികൾ തന്റെ പർദ്ദ അല്ലെങ്കിൽ ഹിജാബോ, എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള വേണം എനിക്കറിയില്ല, ധരിച്ചു വന്നു. ഇപ്പോൾ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന തൽക്കാലത്തേക്ക് സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപക്ഷെ നമ്മുടെ നിർത്തലാക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇതിനകത്തും ഉണ്ട് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. അപ്പം അത് ഒരു വല്ലാത്തൊരു മതവിദ്വേഷത്തിലോട്ടൊക്കെ പോകുന്ന തരത്തിലാണ് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമോഫോബിയയുടെ ഇരകളാണ് എന്ന് നിലവിളിക്കാനുള്ള അവസരം ഉണ്ടാക്കി. അതായത് ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി നമ്മളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജൂതന്മാരും കൂടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. ഈ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ അതിൻ്റെ ബോധമോ അതിൻ്റെ ഭാഗം ഞാൻ കരുതുന്നില്ല. ഈ കുട്ടി ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് നേരം കുട്ടി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് ഏതെങ്കിലും നാളെ കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ, മോള് തട്ടെടുത്തില്ലേ? അപ്പോൾ കുട്ടി അച്ഛൻ അവിടെ സമ്മതിച്ചു, അത് നമ്മൾ ശരിയായി തരാം. അങ്ങനെ ശരിയാവില്ലല്ലോ, നമ്മളെ മതവിശ്വാസമല്ലേ, നമ്മളെ ഭരണഘടന അങ്ങനെ മൗലിക അവകാശം തന്നിട്ടില്ലേ എന്ന് നാളെ വന്നിട്ടുണ്ടോ? എന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛനെ മേലൊക്കെ കുറച്ച് പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധാരണ ഉണ്ടാകാൻ സാധ്യത. കാരണം ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നു, 4 മാസം കുട്ടി പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അന്നപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹമാസ് ഭീകരവാദികൾ ഒരുപാട് പാവപ്പെട്ട പലസ്തീനികളെ ഇസ്രായേലിൽ ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട്. 1 ലക്ഷത്തോളം ആളുകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ കൊന്നിട്ടുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾ കൊല്ലിപ്പിച്ചത് ഹമാസാണ് വേറെ കാര്യം, അതാരും ചിന്തിക്കുകയില്ല. ഇസ്രായേൽ കൊന്നിട്ടുള്ള അതുപോലെ ഇന്ത്യയെ പല സ്ഥലത്തും ഹിന്ദുക്കളെ പോയി മാന്തി, ഇവന്മാർ പോയി മാന്തി പാവങ്ങളെ തിരിച്ച് കലാപത്തിനിടയിൽ കൊന്നിട്ടുണ്ട്, ഹിന്ദുത്വവാദികൾ കൊന്നിട്ടുണ്ട്. ഇവന്മാർ പോയി മാന്തി എന്നുള്ള എവിടെ ഉണ്ടാവില്ല, തിരിച്ച് അവന്മാർ കൊന്നു. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളുടെ വെറുപ്പാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ഇസ്ലാമിനെതിരെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വലതുപക്ഷമാണ്. ഇസ്ലാം എന്നാ ഇടതുപക്ഷമായത്? ഇപ്പോൾ ഇടതുപക്ഷം ഇസ്ലാമാണോ? ഇടതുപക്ഷം എന്നത് ഇസ്ലാം അല്ലല്ലോ. ഇസ്ലാം ഇപ്പോൾ കേരളത്തിലെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ പറയുന്നത് മൊത്തം വലതുപക്ഷം, ബാക്കി ഇസ്ലാം എടുത്ത്. ഇസ്ലാം എങ്ങനെ ഇടതുപക്ഷമാകും? എന്താ അർത്ഥത്തിലോ? വേണമെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി പോയാൽ ജീസസ് ഇടതുപക്ഷക്കാരനായിരുന്നു, ആശാരിയായിരുന്നു. അദ്ദേഹം പാവപ്പെട്ടവരുടെ മോചനത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളതിൽ കൃത്യമായ ഹൈറാർക്കി ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഇടതുപക്ഷമാവുക? ഏറ്റവും മതമൗലികത മുന്നോട്ടേക്ക് നമ്മളെ മതമല്ലേ? അപ്പോൾ ഈ രീതിയിലൊരു സംഭവം ഹിന്ദുക്കളുടെ ഇടയിൽ പോലും, കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെ ഇടയിൽ പോലും, സെക്കുലർ ഹിന്ദുക്കളുടെ ഇടയിൽ പോലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കുന്ന പ്രശ്നത്തിൽ സഹതാപം ഉണ്ടാക്കുക, ആ സഹതാപം ഉപയോഗിച്ച് കൊണ്ടിട്ട് ഇവരുടെ അജണ്ട നടപ്പിലാക്കി. ഇതാണ് ഇതിൻ്റെ ഭാഗം. ഇതൊരു ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ നമുക്ക് പറയാം ഗവൺമെൻറ് സ്കൂൾ അങ്ങനെ വിവേചനമൊന്നും പാടില്ല, കാരണം ഇതൊരു സെക്കുലർ രാജ്യമല്ലേ. ഇതിപ്പം ഒരു പ്രൈവറ്റ് സ്കൂളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് സ്കൂൾ ഏതെങ്കിലും ഡ്രസ് കോഡ് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല, അവർ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ടതല്ലല്ലോ ഈ കുട്ടിയെ. നിങ്ങൾ ചൂസ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്തിട്ടല്ല അവിടെ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായി? അവർ നിങ്ങളെ ഇവിടെ വന്ന് പഠിക്കണം തോക്കിന് വരെ കൊണ്ടുവന്നാൽ ശരി, അതല്ലല്ലോ. അങ്ങനെയാണ് അവർ അതൊക്കെ ചെയ്തു കൊടുക്കണം ചെയ്ത്, അതല്ലല്ലോ. നിങ്ങൾ പോയി പഠിക്കുന്നു, നിങ്ങൾ അവിടുത്തെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഈ നിലപാടെടുക്കുന്നത് പിന്നെ അർത്ഥം എന്താണ്? ഇത് വളരെ കൃത്യമായിട്ട് UDF-നെതിരെയുള്ള കൂട്ടാലോചനയാണ്. കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിങ്ങളാകലും. ഇപ്പോൾ കേരളത്തിൽ UDF-ൻ്റെ ഒരു നട്ടലെന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ്. ഇവർക്ക് പരസ്പരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ UDF-നെ നിർത്തുന്നവരാണ്. ഇവരെ വലിയ 5-ാം സ്ഥാനം തൊട്ട ഒരു വിടവ് വന്നിട്ടുണ്ട്. പിന്നെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നം കൂടി ഇങ്ങനെ സ്കൂളൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ കൂടുതലാകലും. കാരണം എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും UDF-ന് കഴിഞ്ഞ നിയമസഭ ശക്തമായിട്ട് ഇലക്ഷന് സഹായിച്ച ജില്ലയാണ്. UDF തിരിച്ച് അധികാരത്തിൽ വരണമെങ്കിൽ ആ ജില്ല നിലനിർത്തുകയും ക്രിസ്ത്യൻ മേഖലകളിൽ തിരിച്ചുവരവ് നടത്തുകയാണ്. 50 സീറ്റോളം ഈ മേഖലയിൽ പിടിക്കണം. സൗത്ത് അദ്ദേഹം ട്രാവൻകൂർ, സെൻട്രൽ ട്രാവൻകൂർ മേഖലയിൽ പിടിച്ചാലേ കോൺഗ്രസ് പിടിച്ചാലേ UDF-ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ അകന്നാലോ. കാരണം മുസ്ലിങ്ങളുടെ ഓൾറെഡി ഡോമിനൻസ് മുസ്ലിം ലീഗ് വഴി UDF-ന് ഉണ്ടെന്നാണ് ക്രിസ്ത്യാനിയുടെ ഒരു പേടി, വിശ്വാസം. ഇപ്പോൾ പണ്ടത് അവർക്ക് ഓക്കെ, ഇപ്പോൾ അവർക്ക് അത് ഓക്കെ അല്ല. ആ സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ മാറി ചിന്തിക്കും. ഇത് CPM ഉണ്ടാക്കിയ ഗൂഢാലോചന BJP ഉണ്ടാക്കിയതല്ല, ഇതിൻ്റെ പിന്നിൽ അവരാണ്, മുസ്ലിം തീവ്ര വിഭാഗങ്ങളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ അവിടെ BJP വരും. BJP ഇവരെ എടുക്കുന്നില്ല. ഇവിടെ മുസ്ലിംസിന് BJP പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ പോലുള്ള ചുരുക്കം ചില മുസ്ലിംസിന് BJP-നോട് എതിർപ്പില്ലാതെ ഉള്ളൂ.
അപ്പം മാത്രമല്ല ഇനി CPM-നാണെങ്കിൽ ഇവന്മാർ പറയുന്നതനുസരിച്ച് കുഞ്ഞെടുക്കാൻ CPM-ന് കിട്ടില്ല. കാരണം അത് എന്തൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ സെക്യുലർ സ്വഭാവമുള്ള ഇഴവരുടെ അതിശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അവരെയും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ മുസ്ലിങ്ങൾ അനാഥരാകും. ഈ മുസ്ലിങ്ങൾ അനാഥരാകുമ്പോൾ അവർക്ക് എന്തൊക്കെ ഇവിടെ ഹമാസ് ഉണ്ടാക്കാം. ഇവർ മുസ്ലിങ്ങളെ പ്രതിനിധിയാവും. മുസ്ലിങ്ങൾ ഏതാണ്ട് എത്ര ശതമാനം ഉണ്ട് ഇവിടെ? 28%. ഞാൻ ഈ പറയുന്ന ഘട്ടത്തുമ്പോഴേ 30%. 30% ആകുമ്പോൾ അതിൽ എന്നെ പോലുള്ള ചുരുക്കം ചിലരെന്ന് വെച്ച് ബാക്കിയെല്ലാം ഇതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ എന്ത് ചെയ്യുക? അവർക്ക് അടുത്ത ഹമാസ് ഇവിടെ ഉണ്ടാക്കാം, അടുത്ത ഗാസ ഇവിടെ ഉണ്ടാക്കാം. ഇതിനുള്ള പരിപാടിയാണ്. ഇതെല്ലാം ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചില രാഷ്ട്രീയ കളികളാവാം. SDPI പോലുള്ള നിരോധിത സംഘടനകൾ വരെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്കൂളാണ്, വിദ്യാലയമാണ്. കുട്ടികൾ പഠിച്ചു വളരേണ്ടുന്ന, ഒത്തൊരുമയോട് പഠിച്ചു വളരേണ്ടുന്ന ഒരു വിദ്യാലയമാണ്. പക്ഷേ ഒരു മതവിഭാഗത്തിന് അതവരുടെ ഇതായിരിക്കാം, തട്ടമിടണം എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദു ആകുമ്പം ചന്ദനക്കുറി ഇടാം. പക്ഷേ ഇതൊക്കെ ഒരു മതം സ്കൂളുകളിലേക്ക് കടത്തണം എന്നുള്ളതുണ്ടോ? അല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ കടത്താൻ പറ്റുന്ന സ്കൂളുകളുണ്ട്. പണ്ട് നമുക്കറിയാം, ഞാനൊക്കെ പഠിച്ചിരുന്ന സ്റ്റേറ്റ് സ്കൂളുകളിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴും പോകാറ്. അതിൽ പോലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോകാം. MES-ന്റെ ഈ ചാക്കിട്ടൊന്നും പോകാൻ പറ്റില്ല. MES ആണ് കൃത്യമായി ചാക്കിട്ട് വല്ലുന്നത്, പറഞ്ഞിട്ട് വല്ലുന്നത് ആദ്യം MES ആണ്, മുസ്ലിം മാനേജ്മെന്റ് ആണ്, ഫസഗഫസാണ്. പക്ഷേ അത് തട്ടിട്ട് പോകാം, അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പോയിക്കോ. നിങ്ങൾ എന്തിനാ ക്രിസ്ത്യാനികൾ നടത്തുന്നത്? ക്രിസ്ത്യൻ മാനേജ്മെന്റ് പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, ഇപ്പം മിനിസ്റ്റർ പറയുന്നത് മുഖം മുഴുവനായിട്ട് മറച്ചുകൊണ്ട് അങ്ങനെ വരരുത് എന്നുള്ള രീതിയില്ല. ചിലപ്പോൾ അതാണ് MES പറയുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനത്തെ സ്കൂൾ എന്താ MES പോ. MES ആണ് വളരെ പ്രോഗ്രസീവാണ്. സാധാരണയാണ് ഈ ചാക്കിനൊക്കെ എതിരെ പ്രതികരിച്ചത്. പക്ഷേ തട്ടിട്ട് നിങ്ങൾക്ക് അവിടെ പോവാം, പ്രശ്നമില്ല. ഇതല്ലല്ലോ, ഇത് ക്രിസ്ത്യാനികൾ നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. അവർക്ക് അങ്ങനെ നിയമമുണ്ട്. ആ നിയമം നിങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോകും. അല്ലാതെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന സ്കൂളല്ലല്ലോ ഇത്. അല്ല, പക്ഷെ അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ ക്രിസ്ത്യൻ കുട്ടികൾക്ക് മാത്രം, മുസ്ലിം സ്കൂളുകൾ അങ്ങനെ മാത്രം, അല്ലെങ്കിൽ ഹിന്ദു സ്കൂളുകൾ അങ്ങനെ മാത്രം എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു അങ്ങനെ വരുന്നതല്ല. ക്രിസ്ത്യൻ സ്കൂളുകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഞാനൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പഠിച്ചു. അതിന്റെ ഒരു ഗുണം എനിക്കുണ്ട് ഒരുപാട് പല കാര്യങ്ങളിലും. അപ്പോൾ ക്രിസ്ത്യൻ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അന്ധവിശ്വാസങ്ങൾ അവർ അടിച്ചേൽപ്പിക്കില്ല. പിന്നെ അവരുടെ ബൈബിൾ വായിക്കണം നിങ്ങളോട് പറയില്ല. അവരുടെ കുട്ടിയൊക്കെ അവർ ചിലപ്പോൾ ഫ്രൈഡേ വന്ന് ക്ലാസ് എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, അത് എല്ലാവരും എഴുതിയിട്ടില്ല, ദൈവം തന്നെ ഉള്ളൂ. അതൊക്കൊണ്ടല്ലേ നമ്മളൊക്കെ എത്തിയത്. ഇവിടെയുള്ള നിങ്ങളെ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളായ പ്രധാനപ്പെട്ട ആളുകളെ മൊത്തം നോക്കിക്കോ. ഓൾ ഇന്ത്യ തലത്തിൽ മിക്കവാറും ആളുകൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പഠിച്ചു വന്ന ആളുകളാണ്. നമ്മളൊക്കെ മക്കളെ വിടാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ. എന്തുകൊണ്ട്? നല്ല റിസൾട്ട്, നല്ല അച്ചടക്കം, നല്ല ക്ലാസ്. അവിടെ ഒരു പ്രശ്നം ഞാൻ അടുത്ത കാലത്തുണ്ട്. ഭയങ്കര പോർഷൻസ് വന്നിട്ട് ചില സ്ഥലത്ത് ഹ്യൂജ് ഫീസാണ്. പിന്നെ എല്ലാ കുട്ടികളെയും ഒരേ മാനദണ്ഡം വെച്ച് അടക്കരുത്. എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരുണ്ടാവും, കുറച്ച് കുസൃതിയുള്ള പിള്ളേരുണ്ടാവും. അവരെയൊക്കെ ഒരേ മാനദണ്ഡം ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്ത് ഒരു കുട്ടി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണോ എന്ന് എനിക്കറിയില്ല, ഒരു 5 സ്റ്റാർ സ്കൂള്. ആ കുട്ടിയുടെ ദുരന്തം എന്നെ എപ്പോഴും പൊള്ളിക്കുന്ന ഒരു ദുരന്തമാണ്. കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ മാനേജ്മെന്റിനെതിരെ കാര്യം നടപടി വന്നിട്ടില്ല. ഇതിപ്പോൾ ഇവരെങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുക? കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂൾ, അതിൽ അവർ ഈ ഇങ്ങനെ നിയമമുണ്ട്, മതചിഹ്നങ്ങൾ പാടില്ല. പിന്നെ കന്യാസ്ത്രീകൾക്ക് മതചിഹ്നം ഇട്ടുവിടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന്റെ ഭാഗമാണത്, അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചു നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ കാര്യം. ഇതേ സ്കൂളിൽ ഒരു പക്ഷേ ഒരു കന്യാസ്ത്രീ ആകാനിരിക്കുന്നത്, ഇതിപ്പോൾ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് അത്തരത്തിൽ അവർ ആ ഒരു വേഷം, കന്യാസ്ത്രീ വേഷം വരത്തില്ല. എനിക്ക് തോന്നുന്നു 18 വയസ്സൊക്കെ ശേഷമായിരിക്കും കന്യാസ്ത്രീകളുടെ ആ വേഷം കൊടുക്കുന്നത്. പക്ഷെ അതിന് മുന്നേ അവർക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ, ഇതേ നിലവാരമുള്ള അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു കോളേജ് ക്രിസ്ത്യൻ കോളേജാണ്, പക്ഷെ ആ സ്ഥലത്തേക്ക് ഒരു കന്യാസ്ത്രീ ഇതേപോലെ അവരുടെ വേഷം അണിഞ്ഞു വരുവാണെങ്കിൽ അവിടെ ഒരു അല്ല, ആ സമയത്ത് അത് അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെ നോക്കണം. അതായത് ബൈലോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ നോക്കണം. ഇത് അവർക്കൊരു ബൈലോ ഉണ്ട്, ആ ബൈലോ പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിന്റെ കാര്യം. അങ്ങനെ ബൈലോയിൽ പറഞ്ഞ് ക്രിസ്ത്യാനികളോട് എന്തായാലും ഒരു താല്പര്യം കാണിക്കുക, മറ്റുള്ള ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമുക്ക് അത് മനസ്സിലാക്കാം. ഇതല്ലല്ലോ, ഇത് സ്കൂൾ കുട്ടികളുടെ കാര്യമാണ്. കൃത്യമായി ബൈലോ പറഞ്ഞില്ല, ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. കുട്ടിക്ക് 4 വർഷം പ്രശ്നമില്ല. പിന്നെ പ്രശ്നം ആർക്കാണ്? ഇത് അതുപോലെ തന്നെയാണ് ഇവിടെ കർണാടകയിൽ ഉണ്ടായത്. അതൊരു വിഷയമാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതിനൊക്കെ പിന്നെ അന്താരാഷ്ട്ര ഫണ്ടുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഇസ്ലാമിക് കാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലത്തും അവർക്ക് ഗസകൾ ഉണ്ടാക്കണം. ഗസല്ല, ഗാസ, ആ സാധനം ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള പണിയാണ്. ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലടിപ്പിക്കുക, UDF പുറത്തിരുത്തുക, മുസ്ലിങ്ങളെ അനാഥരാക്കി അവരെ ആളുകളായിട്ട് വരിക. ആളുകളായി വന്ന് പിന്നെ ഇസ്ലാമോഫോബിയ നിങ്ങൾ മാന്തി മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ട് പിന്നെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ മാന്തുന്നവരാണെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് വെറുപ്പുണ്ടാവും. അത് ഫോബിയാണോ? ഫോബിയ അനുഭവിച്ചോ? എന്നോട് ആളുകൾക്ക് വലിയ വെറുപ്പൊന്നുമില്ല. ഞാൻ മുസ്ലിമായിട്ടു, എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ മൊത്തം ഹിന്ദുക്കളുടെ ഇടയിലാണ് ജീവിച്ചത്. അത് ഇതിൻ്റെ പിന്നെ ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് പഠിച്ചത്. ഇപ്പോഴാണ് ഈ 2 ഇടയിലാണ്. എനിക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ കൃത്യമായിട്ട് പ്രവാചകനും അള്ളാഹിലും ഖുർആനിലും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളെ ഉടായ്പൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ഇസ്ലാമോഫിയ ഉണ്ടാകുന്നത് അവരല്ല, നിങ്ങളാണ്. എന്നിട്ട് നിങ്ങളെ മറ്റുള്ളവരെ ആരോപിക്കുന്നു. ഇതിന് ഗ്ലോബൽ അജണ്ടയാണ്.
ആ കുട്ടിയെ പിതാവിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവരാരോ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില നിരോധിത സംഘടനകൾ വരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കരുതലോടെ. നിരോധിക്കാത്തവരുണ്ട്. നിങ്ങളെ തോള് തയ്യിട്ട് ആ രജനി ഹായ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം പറഞ്ഞു നടക്കുന്ന ആളുടെ ആദ്യം അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അടുത്ത് കഴിഞ്ഞാൽ തന്നെ ഗുണം കാണും. നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് അത് സത്യത്തിൽ നിരോധിച്ചവരല്ല, നിരോധിക്കാത്തവരെയാണ് ശരിക്കും പേടിക്കേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതൊരു സ്കൂളുകളിലേക്ക് കടന്നപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊരു തുടക്കമാകാം. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ UDF കോൺഗ്രസിന് ഇട്ടുള്ള ഒരു പണി. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ആര് വന്നാലും ഒരാൾക്കാണ് ബുദ്ധിമുട്ട്. അതേപോലെയാണ് കോൺഗ്രസിന്റെ കാര്യം. എന്ത് വന്നാലും കോൺഗ്രസിന്റെ തലയല്ല, കോൺഗ്രസിനാണ് പണി. എന്താ ഏത് പഴഞ്ചൊല്ലാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, എന്തായാലും താങ്കളൊരു പ്രൊഫസർ കൂടിയാണ്. കുട്ടികളുടെ ചിന്തകൾ ഒരുപക്ഷെ അവർ വളർന്നു വന്ന സാഹചര്യം ഇത്തരത്തിൽ തട്ടമൊക്കെ ഇട്ട് അതൊരു ദിനചര്യയായിട്ട് വളർന്നു വരുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇതൊരു വിഷമമല്ലേ? എന്തങ്ങനെ എൻ്റെ പെങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ മുസ്ലിംസിന് പണ്ടേ ഇത്തരം ചോദ്യം ചെയ്ത ആളുകളാണ്. എൻ്റെ പെങ്ങൾ അന്നും ഇന്നും തട്ടിടുമല്ലോ. അവളോട് അവൾ പഠിച്ച സാധനം തട്ടണമെന്നാ തോന്നി. നമ്മളിങ്ങനത്തെ സാധനം പോയി പഠിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് നമ്മളെന്തിനാ വിഷമിക്കുന്നത്? നമ്മളെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് ആ സാധനത്തിൽ അങ്ങനെയാണ് നമ്മളെങ്ങോട്ട് പോകണ്ടെന്ന്. ഞാൻ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ക്ഷേത്രങ്ങളും പോവില്ല, പള്ളിയിലും പോവില്ല. പക്ഷേ ഇവിടെയുള്ള മുസ്ലിംസും ക്രിസ്ത്യാനികളും ഗുരുവായൂരും പോകാണ്ട് ഇവിടെയും പോകാറുണ്ട്. പത്മനാഭ ക്ഷേത്രം 2 സ്ഥലത്തും അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്തതാണ്. പോകല്ലോ, എന്തിനാ പോകണം? ഞാൻ പോയില്ല, എനിക്ക് വേണം പോയി. ഇപ്പോഴല്ലേ നിങ്ങളൊക്കെ എന്നാ അറിയുന്നത്? അതുകൊണ്ട് തന്നെ അറിയായിരുന്നു. ഞാൻ പോവില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മളെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളെന്തിനാ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്നത്? എനിക്ക് അവിടെ ഐഡന്റിറ്റി മറച്ചു പോകാം. ഞാൻ പോയിട്ടില്ല. എന്തിന്? എനിക്ക് എൻ്റെ ദൈവം ഉണ്ട് ആരാധിക്കും. പിന്നെ എന്തിനാ എനിക്ക് അവിടെ എവിടെയും പോകുന്നു? ഉണ്ടാവശ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ഉണ്ട്, അവിടെ പോയാൽ പോലെ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ സമയം. അങ്ങനെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ശരിക്കും ശരിയാണ് സാറ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാണ്. നമ്മൾ ഏതൊരു തീവ്രവാദത്തിന്റെ പുറകെ പോയാലും ഒരു വേര് കേരളത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നു. കേരളമാണ് ഇപ്പോൾ മെയിൻ മതപരിവർത്തനത്തിൻ്റെയും ഇന്ത്യയിലെ മതമൗലികവാദത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സോഴ്സായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ സെക്കുലർ ആയതുകൊണ്ട് നമ്മളെ സെക്കുലേഴ്സ് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെടാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊരു പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികളും അതൊക്കെ ഉണ്ട്, അവർക്ക് നിന്നല്ലേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളൊന്നും അല്ലല്ലോ. നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ അങ്ങനെ. നമുക്കറിയാം പഹൽഗാം ആക്രമണം മുതൽ ഒരുപക്ഷെ ചില വേരുകൾ നമ്മളെപ്പോഴും കാണുന്നുണ്ട് കേരളത്തിലേക്ക്. ഇപ്പം പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഗാസയ്ക്ക് വേണ്ടിയിട്ടും ഹമാസിന് വേണ്ടിയിട്ടും അത് ഇതുകൊണ്ടാണ്. ഒന്ന് നമ്മുടെ നാട്ടിലെ സെക്കുലർ അന്തരീക്ഷമുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ചില വിഷയങ്ങളിൽ പോലും ഇത്രയും അധികം ആൾക്കാരെ നമ്മൾ കാണാറില്ല. അത് പ്രോബ്ലം. അതിന് ഓർഗനൈസ് ചെയ്യുന്ന ആളുണ്ട് കേരളത്തിൽ. ഈ അതിതീവ്ര സ്വഭാവം മുസ്ലിം സംഘടനകൾ അതിൽ കാശുണ്ട്. ആ കാശ് ഉപയോഗിച്ച് അവർ ബുദ്ധിജീവികളെ വിലക്കെടുക്കും, പ്രതികരണം നടത്തും. ഇവിടെയുള്ള സെക്കുലർ പാർട്ടികൾക്ക് അതിനെതിരെ പറയാൻ പലപ്പോഴും പേടിയാണ്. കാരണം അവരെ ഫാസിസ്റ്റായി മുദ്ര കുത്തും. അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാൽ പേടിക്കുകയുള്ളൂ. പിന്നെ അവിടെ സെക്കുലർ ആളുകൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇതിനെതിരെ പറയാൻ പേടി. അതോടുകൂടി നിങ്ങളെ സംഖ്യയൊക്കെ ആയിക്കളയും. അങ്ങനെ നിങ്ങൾ പേടിക്കാൻ നിന്ന അവസാനം നിങ്ങളെ മക്കളെ ഈ ചാക്കും തലയിലിട്ട് നടക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാക്കും തല നിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളെ കൂടി ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ പോലും ആളുകൾ പെണ്ണുങ്ങൾ ചാക്കും തലയിലിട്ട് താലിബാനിലെ പെണ്ണുങ്ങളെ പോലെ നടക്കേണ്ടി വരും. അതൊരു ഭീകരമായ അവസ്ഥ. കാരണം ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾ മുസ്ലിംസിൻ്റെ കൂടെയാണ്. അതുപോലെ ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിലും അതിനെതിരെ. പക്ഷേ നിങ്ങൾ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതിനെയും കൂടി തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഇസ്ലാമൊന്നുമല്ല, ആദ്യം മനസ്സിലാക്കി. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഒരു മതവുമല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്കൂളുകളിലേക്ക് ഇത്തരത്തിലുള്ള മതവർഗീയ ചിന്തകൾ കൊണ്ടുവരുന്നതിനോട് യോജിക്കാനാവില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്കൂളിൻ്റെ റൂളുകളും പ്രോട്ടോക്കോളും ഒക്കെ അനുസരിച്ച് കുട്ടികൾ പഠിക്കട്ടെ. വളർന്നു വരുന്ന കുട്ടികളുടെ നെഞ്ചിലേക്ക് ഇത്തരത്തിലുള്ള വിഷം ചീറ്റാതിരിക്കട്ടെ. നന്ദി സർ.